ഹലോ ഹായ്. ഈ മാസം റിലീസിനൊരുങ്ങുന്ന ഇഷ്ടരാഗ് എന്ന സിനിമയിലൂടെ പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഉണ്ണിരാജ് ചേട്ടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ചേട്ടാ, വെൽക്കം ടു മാംസ് ചെക്ക്. ഓ നമസ്കാരം. അപ്പൊ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങള് നല്ലതാണ്. കാരണം വെച്ചാലേ ഈ മെയ് മാസം കുറെ പടം ഇറങ്ങാനുണ്ട്. ഒരുപാട് പടം, വലിയ പടം, ചെറിയ പടം എല്ലാറ്റും അങ്ങനെ അത്യാവശ്യം വേഷം, ചെറിയ വേഷമാണ്. ചെറിയ വിശേഷമല്ല അല്ലേ? അതിന് മുഴുനീള വേഷമില്ല പടമുണ്ട് ഈ മാസം ലാസ്റ്റ് 31. അങ്ങനെ അത് നല്ല ഒരു മാസല്ലേ. നമ്മള് ആടിയൊക്കെ ഉണ്ടാവും തിയേറ്ററിൽ, മുകളിലും താഴെയൊക്കെ നമ്മളുണ്ടാവും. കുഞ്ഞു വേഷമാണെങ്കിൽ. അതുപോലെ ഇതും ഇഷ്ടരാഗും മെയ് 17 റിലീസാവുന്നത്. ജയം പൊതുവാളുടെ സംവിധാനത്തില് സുരേഷ് രാമനടി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതുപോലെ പ്രകാശ് നായർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ചന്ദ്രൻ രാമനടിന്റെ സ്ക്രിപ്റ്റ്. അങ്ങനെ ഞാൻ ചാക്കോ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, അതാണ് നമ്മുടെ ഈ സിനിമത്തെ കഥാപാത്രം. ഒരു നല്ല വേഷമാണ്. ഒരു വ്യത്യസ്ത നമ്മൾ ചെയ്ത സ്ഥിരം രീതിയല്ല. അതിന്റെ ഒരു നായികന്റെ അച്ഛനാണ്. ഒരു മലയോര കർഷകന്റെ അങ്ങനെ ഉണ്ടല്ലോ. അതെ, ക്രിസ്ത്യൻ ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ അധികം ചെയ്യാൻ ഒരു പ്രത്യേക ഒരു അരണ്ട ക്യാരക്ടറാണ്. അപ്പൊ അത് ഒരു ശൈലി വ്യത്യാസം. ഇതുവരെ ചെയ്തതിൽ കുറച്ചൊരു കോമിക്കും കൂടെ നിറഞ്ഞ ഒരു ക്യാരക്ടർ ടൈപ്പ് അല്ലേ? അപ്പൊ ഇപ്പോഴുള്ള ക്യാരക്ടർ കുറച്ച് സീരിയസ് അല്ലേ അച്ഛൻ റോൾ എന്നൊക്കെ പറയുമ്പോ? ആണോ, സീരിയസ് ആണോ? സീരിയസ് ആണ്. ഇതിന് അങ്ങനെ തമാശ ക്യാരക്ടറേ അല്ല, വളരെ സീരിയസ് ആയിട്ടും ഭാഷയെല്ലാം വേറെ സ്റ്റൈലിൽ പറയുന്നതാണ്. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു മനോഹര ഒരു ക്രിസ്ത്യൻ ടൈമിൽ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. അത് അങ്ങനെ ഒരു ഓൾറെഡി ടോട്ടാലിറ്റിയില് ഒരു വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ്. അപ്പൊ ഈ ഒരു സിനിമയിൽ നമുക്ക് മൊത്തത്തിലൊരു പുതിയ ഉണ്ണിരാജ് എന്ന് പറയുന്ന ആക്ടറിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ പൊതുവെ ഇപ്പൊ ചേട്ടന്റെ ഭാഷ ഭയങ്കര എല്ലാരും നോട്ട് ചെയ്യണതാണ്, ഒരു സംസാര രീതിയാണെങ്കിലും എല്ലാം. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് വേറൊരു ടൈപ്പായിട്ട് ഈ സിനിമയിലോട്ട് കൊണ്ടുവന്നപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തീർച്ചയായും. എന്താ വെച്ചാലേ, ഞാനേ തുണ്ടുമ സാക്ഷി എന്ന് പറഞ്ഞ പടത്തിലാവുന്നത് സാർ, ഞാൻ കവിയാന്ന് രാജേഷ് അമ്പലത്തല സാറ് കേട്ടിട്ടുണ്ടാവുന്നല്ലോ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അതാണ് എന്റെ ആദ്യത്തെ ഒരു സിനിമ. പിന്നെ അതിൽ ചെയ്യുന്ന പിന്നെല്ലാം ഞാൻ ഈ ഭാഷ ഇത് സ്റ്റൈല് മതി എന്ന് പറയും. ഞാൻ ചോദിക്കും അങ്ങോട്ടെ, ഞാൻ ഭാഷ മാറ്റി പിടിക്കണോ? വേണ്ട വേണ്ട വേണ്ട, ഇത് പറയുന്നത് നിങ്ങൾ ഇഷ്ടം. നമ്മൾ പറയുന്ന ചില ഒരു ശൈലി ഇഷ്ടമാണ്. ഇപ്പൊ ആൻഡ്രോയുടെ കുഞ്ഞപ്പല്ലേ, ടൈലർ, അതൊക്കെ ഏലക്കായ ഇട്ടിനോ ചായ കുടിക്കോ അവര് ഓക്കെയാണ്. അങ്ങനെ ഉണ്ടല്ലോ, അതൊരു വേറൊരു ക്യാരക്ടർ ആവശ്യമില്ല. അങ്ങനെ ഭാഗ്യാണത്. എന്താ വെച്ചാൽ നമ്മളെ പറയുന്ന അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, പ്രേക്ഷകനെ ഇഷ്ടമാണ്. നമ്മളെ എവിടെ പോയാലും. പിന്നെ മറിമായ എന്ന ചാനലില് ആണ് നമ്മുടെ മറിമായാണ് നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ ലോക മലയാളി വെക്കുമ്പോൾ നമ്മളെ ഭാഷ അവതരിപ്പിക്കാൻ പറ്റി. സംസ്ഥാന ടെലിവിഷനിലെ മികച്ച ഹാസ്യതാരം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതൊക്കെ വലിയൊരു കാര്യമല്ലേ, നടന്ന രീതിയിലൊരു അംഗീകാരം തന്നെയാണ്. അപ്പൊ ഈ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. 70 സിനിമകൾ ചെയ്തു, വലുതും ചെറുതായില്ല സിനിമകൾ ചെയ്തു. ഇഷ്ടരാഗത്തില് എന്ന് പറഞ്ഞാൽ ചാക്കോ ഒരു രസമല്ല, ഒരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. പിന്നെ അജയ് സാർ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എന്റർടൈൻമെന്റും ആണ്, ലവ് സ്റ്റോറിയാണ്, ഒരു രസ കുഞ്ഞു പടമാണ്. നല്ല പടമാണ്, നല്ല പടാവാം, മോശമാവില്ല. എന്നാലും ഇപ്പൊ അച്ഛൻ റോളൊക്കെയാണല്ലോ വന്നേക്കണത്. അപ്പൊ അതില് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നി? ഇതുവരെ ചെയ്തതിൽ അച്ഛൻ റോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ചും കൂടെ കാര്യങ്ങള് എന്താ പറയാ, ഒരു ഉത്തരവാദിത്യം അങ്ങനെ പോലെ എന്തെങ്കിലും തോന്നി? അതിന്റെ ഒരു അയാളുടെ രീതിയും ഒരു റബ്ബർ കർഷകനാണ് അവണ്ടല്ലോ. അങ്ങനത്തെ ഒരു പിന്നെ ഭാര്യയുണ്ട്, മോള്. അങ്ങനെ വെറുതെ ഒരു അധികം സംസാരിക്കാത്ത ഒരു മൂഡ്, വേറെ ഒരു രീതിയാണ് അദ്ദേഹത്തെ ഒരു സ്വഭാവം, കാര്യങ്ങള്. അതുപോലെ അതിന്റെ ഒരു ക്യാരക്ടർ ടോട്ടലി എന്ന് പറയുന്നത് പിന്നെ അധികം പുറത്തൊന്നും പോകാത്ത ഒരു വീട്ടിൽ തന്നെ ഒതുങ്ങിയും ഭയങ്കര എല്ലാവരും ഇഷ്ടമാണ്, അങ്ങനെയുള്ള ഒരു സംഭവം. പക്ഷെ അത് ഒരു സസ്പെൻസിലായിട്ടുള്ള ഒരു രീതിയാണ് ഇയാൾ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടമായ ഒരു കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ കണ്ടല്ലോ, ചില ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ഒരു കഥാപാത്രം. നമുക്കൊക്കെ എല്ലാം ചെയ്യാൻ പറ്റൂല്ലോ. അപ്പൊ നമ്മളൊരു പരിമിതി കൊണ്ടൊരു പോരാട്ടല്ലേ. നമ്മൾ ആരൊക്കെ അത് ചെയ്യുമ്പോൾ ഓക്കെ ആവും. അല്ല, ആക്ഷനും കട്ടിന്റെ ഇടയിൽ അങ്ങനെ ചെയ്തു പോവും. അങ്ങനെ ഇത് എന്തായാലും ഒരു രസമില്ല പടമായിരിക്കും. ജയംബോൾ സാറിന്റെ ഒരു നല്ല രസമില്ല പടം. എന്നെ വിളിച്ച ക്യാരക്ടർ തന്നത് തന്നെ സന്തോഷമാണ്. നമ്മൾ കുറെ കുഞ്ഞു കുഞ്ഞു വേഷം, ഇപ്പം ഈ മാസം കുറെ പടം ഇറങ്ങാനുണ്ട്. അതിലൊക്കെ ചെറിയ വേഷമാണ്, ഒന്നിനെ ത്രൂ ഔട്ട് വേഷമുണ്ട്. അങ്ങനൊക്കെ പല വലിയ പടങ്ങളുണ്ട്. അങ്ങനെ വലിയ പടങ്ങളുണ്ട്, ചെറിയ പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് ചെറുതല്ല. പ്രൊഡക്ഷനിൽ ചിലപ്പം ഒരു 10-15 കോടിന്റെ ഉണ്ടാവും, ചിലപ്പോൾ 2 കോടിന്റെ പടം ഉണ്ടാവില്ല. അപ്പൊ സിനിമയെല്ലാം നല്ലതായിരിക്കാം. അപ്പൊ ഇതിലൊക്കെ ഓരോരോ രീതിയിൽ ചെറിയ ഭാഗമാവാൻ സാധിച്ചു അല്ലെ? അപ്പൊ ഇനിയിപ്പോ സിനിമയില്, മലയാള സിനിമയിൽ ഇങ്ങനെ കുറെ സിനിമകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ഒരു
റിമാർക്കബിൾ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഉണ്ണിരാജ് ചേട്ടൻ എന്ന് പറയുമ്പോൾ ചേട്ടന്റെ ഭാഷയിലും ആ സംസാര രീതിയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനിയിപ്പോ ഈ നടൻ എന്നല്ലാതെ അല്ലെങ്കിൽ അഭിനയിക്കുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? സിനിമയിൽ തന്നെ വേറെ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഭാഷയിൽ അഭിനയിക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഗ്രഹം? ഇല്ല, അങ്ങനെ ഏത് ഭാഷയിൽ ചെയ്യാൻ പറ്റുന്ന വിശ്വാസം. ഞാൻ ഭാഷ മാറ്റി പഠിക്കും. ഇപ്പം ഒരു ഭാഷ പറഞ്ഞ ആ ഭാഷ പറഞ്ഞ ഞാൻ കുറെ അങ്ങനെ സിനിമ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വേറെ ഭാഷയിലും പിന്നെ വേറെ രീതിയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വിശ്വാസമൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ നമുക്കറിയില്ല, ഒരു സംവിധായകൻ വിചാരിച്ചാൽ കുറിച്ച് നമ്മള് ക്യാമറക്ക് ആക്ഷൻ കട്ടിനായിട്ട് നമുക്ക് ഒരാള് മാറി വന്ന് ചെയ്യേണ്ട ഒരു സംഭവം തന്നെ ചെയ്യാൻ പറ്റും എന്തായാലും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വേറെ സ്റ്റൈലിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ വലിയ ആഗ്രഹമുള്ള ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ, അങ്ങനെ വലിയ വേഷമല്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്ത് പോകണമെന്ന് അതിന് ആഗ്രഹമുണ്ട് ഇപ്പൊ നമ്മള്.